പത്രമാധ്യമങ്ങളൊക്കെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. മിക്ക അറസ്റ്റുകളും അല്ലെങ്കിൽ മിക്ക കേസുകളിലും അത്യാവശ്യം നല്ല വാർത്തകളും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട് പേജിലോ അല്ലെങ്കിൽ സെക്കൻഡ് പേജിലോ ഒക്കെ വാർത്തകളും കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇതേ പ്രതി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത അയാളെ നിരപരാധിയാണ് എന്ന് വിട്ടയക്കുന്ന വാർത്തകളുണ്ടെങ്കിൽ അത് ഈ ആദ്യം കൊടുത്ത പേജുകളിലോ അല്ലെങ്കിൽ ആദ്യം കൊടുത്ത പ്രാധാന്യത്തോടു കൂടിയോ കൊടുക്കാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിനൊരു സജഷനുമായിട്ടാണ്. എന്തുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നുകൂടാ? പത്രമാധ്യമങ്ങൾ ഏത് പേജിലാണോ ഈ പറയുന്ന ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് കൊടുക്കുന്നത് അതേ പേജിൽ തന്നെ അയാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അങ്ങനെ ഒരു നിയമം വരികയാണെങ്കിൽ പത്രങ്ങൾക്ക് അതിൽ നിന്നും ഒളിച്ചോടാൻ പറ്റൂല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ നിരപരാധി, നമ്മളിപ്പോൾ അടുത്ത വാർത്തകൾ അല്ലെങ്കിൽ അടുത്ത കാലത്തൊക്കെ പല വാർത്തകളും ഇതുപോലുള്ള പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും. ഒരാൾ അറസ്റ്റ് ചെയ്യുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുന്നു, അയാളെ വിട്ടയക്കുന്നു, വേറൊരാൾ അറസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി അയാളെ വിട്ടയക്കുമ്പോഴോ അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോഴും കൊടുക്കേണ്ടത് ഈ പറയുന്ന ഓരോ മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. നിയമം വരികയാണെങ്കിൽ അത് കൃത്യമായിട്ടും പ്രാബല്യത്തിൽ വരും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യാവുന്ന കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ഇതുപോലെ പത്രമാധ്യമങ്ങൾ കൊടുക്കുന്നത് കറക്റ്റ് ആണ്, നിങ്ങൾ പറയുന്നതാണ് തെറ്റ് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.